ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രീ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ല, ഇന്നൊരു മിനി ഹൗസ് വ്ലോഗാണ്. കാനഡയിൽ ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു മിനി വ്ലോഗ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഞാൻ ഗ്രാൻഡ് ബെൻഡിൽ ആണ് താമസിക്കുന്നത്. ഒണ്ടാരിയോ പ്രൊവിൻസിൽ ഗ്രാൻഡ് ബെൻഡ് എന്ന് പറഞ്ഞ സിറ്റി, അവിടെയാണ് ഈ വീട് ഉള്ളത്. ഇതാണ് ഫ്രണ്ട് നല്ല രസമല്ലേ, കുറേ ഫ്ലവേഴ്സും നല്ല പച്ചപ്പല്ലേ. ഇതൊക്കെ അവിടുത്തെ ഓണർ കനേഡിയന് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. ഇതൊരു കനേഡിയൻ്റെ ഹൗസാണ്. അപ്പം നമ്മുടെ നാട്ടിലെ വീടും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ. ചിലപ്പോൾ കുറേ വ്ളോഗ് കണ്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും നിങ്ങളൊന്ന് കാണിച്ചു തന്നേക്കാം. കുറേ ചെയറൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, സമയം കിട്ടാറില്ല. ആകെയുള്ള ഓരോ ഓഫ് ഡേയിലാണ് ഗെയിം കളിക്കുന്നതും ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ എഡിറ്റ് ചെയ്തും വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത്. ഇതാണ് മെയിൻ. അത് അടച്ചിട്ടേക്കാം. ഞാനെപ്പോഴും ഡോർ എപ്പോഴും അടച്ചിടാറുണ്ട്. അപ്പം ഇത് മെയിൻ ഹാള്. ഇഷ്ടംപടി പെയിൻറ്റിങ്ങും കുറേ ഫ്ലവേഴ്സും അതുപോലെ തന്നെ സിവിനീഴ്സും കുറേ സാധനങ്ങളുണ്ട്. നല്ല രസമാണ് ഇത് കാണാൻ. അതുകൊണ്ട് കൂടി നിങ്ങളെ കാണിച്ചുകാന്ന് വെച്ചത്. കുറേ ചെയറുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല രസമാണ് ഇത് കാണാൻ. അതുപോലെ തന്നെ ഇതൊരു ടി വി ഉണ്ട്. പിന്നെ ഇത് തീ കഴിയണത് വിൻ്ററിലാണ് കൂടുതൽ ഓണാക്കാറുള്ളത്. ഉടനെ വിൻ്ററാവും. ഇപ്പോൾ സമ്മർ തീരാറായി. അപ്പോൾ ഇതാണ് മെയിൻ ഹാള്. 2 സോഫയൊക്കെ ഉണ്ട്. പിന്നെ കണ്ണാടിയും എല്ലാം ഉണ്ട്. നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. ഇഷ്ടംപടി പോട്ട്സൊക്കെ ഉണ്ട്. ഇതാണ് കിച്ചൻ്റെ ചെറിയൊരു എല്ലാം. റൂമൊക്കെ ചെറുതാണെങ്കിലും നല്ല രസമാണ് കാണാൻ. എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നൊരു വീടാണ്. അത് നല്ലൊരു പെയിൻറ്റിങ്ങാണ്. അപ്പം ഇവിടെ 3 റൂമാണ് ഉള്ളത്. ഇതൊക്കെ ഫ്രണ്ട്സിൻ്റെ റൂമാണ്. ഇത് അവരൊന്നും ഇവിടെ ഇല്ല, വർക്കിന് പോയേക്കാണ്. ഇന്ന് എനിക്ക് ഓഫാണ്, അതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഒരു വ്ളോഗ് ചെയ്തേക്കാന്ന് ഓർത്തത്. അവരുടെ റൂം കാണിക്കുന്നില്ല, എൻ്റെ റൂമൊക്കെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റൂം. ചെറിയ റൂമാണ്. ചെറിയ റൂമല്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് നല്ല രസമല്ലേ. അത്യാവശ്യം കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അത്യാവശ്യം വൃത്തിയുണ്ട്. അതുപോലെ നല്ല 3 മിററൊക്കെ ഉണ്ട്. 3 മിററൊക്കെ നോക്കിയൊക്കെ കിടക്കാം. ഞാൻ ചിലപ്പോൾ ഇവിടെയൊക്കെ കിടന്നാണ് ഗെയിമും കളിക്കുന്നത്. കണ്ടില്ലേ ഒരു കുതിരയുടെ വീട്ടിൽ. എനിക്ക് നാട്ടിൽ ഇതുപോലെ തന്നെ കുതിരയുണ്ട്, ഇവിടെ എനിക്ക് ഇതുപോലെ കിട്ടി. ഇതാണിപ്പം റൂം. ക്ലോസ് ചെയ്തേക്കാം. അടുത്തായിട്ട് കാണിക്കാൻ പോണത് വാഷ്റൂമാണ്. ചെറിയൊരു വാഷ്റൂമാണ്, പക്ഷെ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പോലെയാണ് എൻ്റെ വർക്കൊക്കെ ചെയ്ത് വെച്ചേക്കണേ. ഇതാണ് നല്ല ചെറുതാണെങ്കിൽ നല്ല വൃത്തിയായിട്ടാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത്. ഇവിടെ പേപ്പർ ടവലാണ്, കാരണം അത് കനേഡിയൻ്റെ ഹൗസ് ആയതുകൊണ്ട് അവർ ഫ്ലഷ് വെച്ചിട്ടില്ല. അപ്പം ഇതാണ് ഡോർ. ഇവിടെ പെയിൻറ്റിങ് ഉണ്ട്. ഇത് ഇവിടെ കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇവിടെയാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ, പേസ്റ്റും ബ്രഷൊക്കെ. ഇതാണ് ഞങ്ങളുടെ ബാത്തപ്പ്. ചെറുതാണ് എങ്കിലും കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നല്ല രസമാണ് കാണാൻ. നല്ല മാറ്റമൊക്കെയാണ്. ഇത് എല്ലാം ഞങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇവിടെ സ്റ്റിക്ക് നോട്ടുണ്ട്. ഇവിടെ കാനഡയിലെ മിക്ക ഹൗസിലും സ്റ്റിക്ക് നോട്ട് കാണും, കാരണം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി അവർ ഓരോന്നിങ്ങനെ എഴുതി വെക്കും. നമ്മളത് അനുസരിച്ച് പോവുക. ലൈറ്റ് ഓഫ് ആക്കിയേക്കാൻ കാരണം ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലനുസരിച്ച് ചിലപ്പോൾ റെൻറ്റ് കൂടും. അതുകൊണ്ട് എപ്പോൾ തന്നെ ഞങ്ങൾ ഉപയോഗം കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാം ഓഫാക്കിയിട്ടാറുണ്ട്. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഫാനൊക്കെ ഉണ്ട്. പിന്നെ കുഴപ്പമില്ല. ഭയങ്കര സമ്മറായ നല്ല ചൂടാണ് ഇവിടെ. അതായത് പോട്ട്സ് കുറേ ഉണ്ട്. ഇത് കനേഡിയൻസിനാണ്, വേണേ ഞങ്ങൾക്ക് ഉപയോഗിക്കാം. ഞങ്ങളങ്ങനെ ഉപയോഗിക്കാറില്ല, സ്വന്തം സ്റ്റഫാണ് ഉപയോഗിക്കാറുള്ളത്. ഇതാണ് ഞങ്ങളുടെ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ. ഗ്രാൻഡ് ബെൻഡ് നല്ല റിട്ടയർ ആയ ആൾക്കാർ ഇഷ്ടംപടി വന്ന് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ലക്ഷറി ഹൗസും വെഹിക്കിളും എല്ലാം ഇവിടെ കാണാം. നല്ല ലക്ഷറി ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണിത്. ഇതാണ് കിച്ചൻ്റെ. അതൊക്കെ കാണുന്നതാണ് നിങ്ങളുടെ ബീച്ച്. ഗ്രാൻഡ് ബെൻഡ് ബീച്ച് പോപ്പുലറായിട്ട് ബീച്ചാണ്. ഭയങ്കര തിരക്കാണ് സമ്മറായി കഴിഞ്ഞാൽ. ഇപ്പം തീരാറായ സമ്മർ വിൻ്ററിലേക്ക് കിടക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ആൾക്കാരൊന്നും ഇല്ലാത്ത. ഇല്ലെങ്കിൽ
ഇതാണ് ആ നെയ്ബേഴ്സിൻ്റെ വീട്ടിലുണ്ടല്ലോ ബോർഡ് വെച്ചേക്കുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, കയറിയിട്ടുണ്ടെങ്കിൽ സീനാണ്. നമുക്ക് കിച്ചണിൽ അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ സാധനങ്ങളൊക്കെ. എയർ ഫയർ എൻ്റെയാണ്, കുറേ സാധനങ്ങൾ എൻ്റെയാണ്. മൈക്രോവേവ് അതൊക്കെ അവർ തന്നെ പണ്ടുള്ളതാണ്, കനേഡിയൻസ് വെച്ചേക്കണതാണ്. എന്താണ് ഇതൊരു സ്മോളാണ് കിച്ചണ്, വലിയ കുഴപ്പമില്ല. ഒരാകെ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ മതി. ചെറുതായതുകൊണ്ട് ഒത്തിരി നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒത്തിരി വലിയതായാലാണ് നമുക്ക് കൂടുതൽ മെനക്കേട്. അപ്പോൾ ഇതായതുകൊണ്ട് കറക്റ്റാണ്. ഫ്രിഡ്ജും ഉണ്ട്. അത് ഒത്തിരി സാധനങ്ങളല്ല, നമ്മൾ അന്നന്ന് സാധനങ്ങൾ മേടിക്കാൻ അന്നന്ന് തീർക്കും. അങ്ങനെയാണ്, ഒത്തിരി വാരി വലിച്ച് വെക്കാറൊന്നുമില്ല. അപ്പോൾ തന്നെ ഇത് അങ്ങനെ ഫ്രീസറിലാണെങ്കിൽ ഒത്തിരി സാധനമില്ല. അതായത് ഉണ്ടല്ലോ മലബാർ പൊറോട്ട കഴിഞ്ഞ ദിവസം മേടിച്ചാണ്. വേറെ സിറ്റി പോകും. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കുറവാണ്. ഇവിടെ ഇല്ല, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇല്ല ഞാൻ താമസിക്കുന്നിടത്ത്. ഇന്ത്യൻസ് തന്നെ ഇവിടെ കുറവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാക്ക് റൂം. ഇവിടെ ഞങ്ങൾ തുണിയൊക്കെ വാഷ് ചെയ്യണം, ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇതെന്ത് പഴയൊരു ക്ലോക്ക്, ഓടത്തില്ലാത്ത ക്ലോക്കാണ്, പക്ഷെ കാണാൻ നല്ലതുകൊണ്ട് വെച്ചേക്കണമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു പീസ് മറ്റേ റേഡിയോ, അതും പോയതാന്ന് തോന്നുന്നു. കുറേ ബുക്കൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് വായിക്കാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ട്. നമുക്കൊന്നും ഇതിന് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. വല്ലപ്പോഴും ഇരിക്കണത് തന്നെ ഗെയിം കളിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇരുന്ന് ഞാൻ ചിലപ്പോൾ കളിക്കും ഓഫ് ഡേയ്സിൽ. ഇവിടെ കണ്ടില്ല സ്റ്റിക്ക് നോട്ടുണ്ട്. നമ്മുടെ ഇൻഡോറിൽ ചെരുപ്പ് ഉപയോഗിക്കുക സെപ്പറേറ്റ് ആയിട്ട്. ഇത് നമ്മുടെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി അവരിങ്ങനെ എഴുതി വെക്കാനാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇവിടെ ഇങ്ങോട്ടൊക്കെ വന്ന് കാനഡയിലേക്ക് മാറിയ പിന്നെയാണ് ഞാനിപ്പം കൂടുതൽ വൃത്തിയായിട്ട് നല്ലപോലെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു പണിയെടുക്കില്ലാതെ വീട്ടിൽ തന്നെ അമ്മയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേക്ക് എല്ലാവരും കാര്യത്തിൽ ഒരു ഇതായി, എല്ലാം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തി. ഇതാണ് നമ്മുടെ ബായ്ക്ക് നല്ലപോലെയാണ് ഒരു മെയിൻറ്റെയിൻ ചെയ്തേക്കാൻ, കാണാൻ നല്ല രസമാണ്. ഇവിടെ കുറേ ചെയറൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇരിക്കാൻ. സമ്മറിൽ ഇവിടേക്ക് ഇരിക്കുന്നത് നല്ല രസമാണ്, കാരണം ഭയങ്കര ചൂടായി അകത്തിരുന്നിട്ടുണ്ടെങ്കിൽ. വേസ്റ്റ് ഇടാനുള്ള ടിന്നാണ്. മണ്ടയിലാണ് കൂടുതൽ വേസ്റ്റ് ഇട്ടിട്ട് ഞങ്ങൾ കൊണ്ടുപോയി വെക്കുക. അത് ഗവൺമെൻറ് ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുള്ളൂ. ഇവിടെയും കുറേ ചെയറുണ്ട്. അതുപോലെ തന്നെ ബാർബിക്യൂ സെറ്റപ്പ്, കാർഡ്ബോർഡൊക്കെ എടുത്ത് കളയാനുള്ളതാണ്. ഇതാണ് ബാർബിക്യൂവിൻ്റെ സെറ്റപ്പ്. ഇത് കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. കാണാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ ഓണേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ബാക്കി കണ്ടില്ല, നല്ല രസമാണ്, നല്ല പച്ചപ്പ്. ഇവിടെ കുറേ ഉണ്ട് ഫ്ലവേഴ്സ്. ഇതൊന്നും സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ചുറ്റി കാണാറൊന്നുമില്ല, വലിയ സമയമൊന്നുമില്ല. ആക്കിടക്കിടുന്ന ഓഫ് ഡേയ്സിൽ ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യും, കളിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും കുക്കിങ്ങും വാഷിങ്ങും. അതുപോലെ തന്നെ ചുമ്മാ ഇരുന്നപ്പോൾ എന്നാൽ ഒരു വ്ളോഗ് ഇടാമെന്ന് ഓർത്തു. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് കൂടുതൽ വീഡിയോ ഇടാൻ മോട്ടിവേഷൻ ആകത്തുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമ്മുടെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇവിടെയും ചേറുണ്ട്, നമുക്ക് ഇവിടെയാണെങ്കിൽ ഇരുന്ന് ആസ്വദിക്കാം. ഫ്രണ്ടിൽ നല്ലപോലെ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മുകളിൽ. റൈറ്റ് സൈഡിലേക്കാണ് എൻ്റെ ഓഫീസിലേക്ക് പോണത്, ലെഫ്റ്റ് സൈഡിലേക്കാണ് ഗ്രാൻഡ് ബീച്ച്. നല്ല രസമാണ് കാണാൻ, കണ്ടില്ലേ? ബീച്ചിലെ മണലാണ് കിടക്കുന്നത് ഫുള്ള്. ഫ്രണ്ട് വ്യൂ ഇഷ്ടംപടി കാണാനൊക്കെ ഉണ്ട് ഇവിടെ ഗ്രാൻഡ് ബെൻഡ്. അപ്പം ഞാൻ അപ്കമിങ് ആയിട്ട് കുറേ വ്ളോഗ് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം ഓഫീസിലേക്കുള്ള വഴി താഴെ ബീച്ച്, ഗ്രാൻഡ് ബെൻഡ് ബീച്ച് ഉണ്ടല്ലോ. 1 മിനിറ്റേ ഉള്ളൂ, എനിക്ക് 1 മിനിറ്റ് പോലും ഇല്ല ബീച്ചിലേക്ക് പോകാൻ. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.